ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ പോയിന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം. ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക്. ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉന്മ അക്ഷരദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്ദിരയ്ക്ക്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന്. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് ചുമതലയേറ്റു. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് ചുമതലയേറ്റു. 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബേക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായിൽ ഹോഫ്മാൻ ആണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബേക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായിൽ ഹോഫ്മാൻ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. വിരാട് കോഹ്ലി IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോൾ അടിച്ചു. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോൾ അടിച്ചു. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം. ഗോപീചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. ഗോപീചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന
ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. മേളയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജി എൻ കരുണിന്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. പായൽ കപ്പാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. മേളയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജി എൻ കരുണിന്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. പായൽ കപ്പാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പ്യർ അജേന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രഹകൻ സന്തോഷ് ശിവന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പ്യർ അജേന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി ഛായാഗ്രഹകൻ സന്തോഷ് ശിവന്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻഗുപ്തയ്ക്ക് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻഗുപ്തയ്ക്ക് ലഭിച്ചു. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 72 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവിയാകും. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്ത കരസേനാ മേധാവിയാകും. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമിറ. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച
മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദിനേശ് കാർത്തിക് രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 മിസൈൽ ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന രുദ്ര M2 മിസൈൽ ഒറീസ തീരത്ത് നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ഡോക്ടർ N. കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. ഡോക്ടർ N. കൃഷ്ണകുമാറാണ് കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി. ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് കുവൈറ്റിന്റെ പുതിയ കിരീടാവകാശിയാകും. ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹ് കുവൈറ്റിന്റെ പുതിയ കിരീടാവകാശിയാകും. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ മുഖമായിരുന്ന രുചിര കാംബോജ് വിരമിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ മുഖമായിരുന്ന രുചിര കാംബോജ് വിരമിച്ചു. മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം സംവിധായകൻ ഷമീർ ബരത്തന്നൂരിന്. മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരം സംവിധായകൻ ഷമീർ ബരത്തന്നൂരിന്. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് പ്രമുഖ നടി ഷീല അർഹയായി. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് പ്രമുഖ നടി ഷീല അർഹയായി. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത്. നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത്. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത്. നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത്. ക്ലോഡിയ ഷെൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലോഡിയ ഷെൻബോം സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിത കരിസ്മ മാത്തൻ ടൊറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ നിയമ പണ്ഡിത കരിസ്മ മാത്തൻ ടൊറന്റോയിലെ ഉന്നത നീതിന്യായ കോടതിയിൽ നിയമിതയായി. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിച്ച മണികർണിക മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നാടകത്തിന് 50,000 രൂപ പുരസ്കാരമായി ലഭിക്കും. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം സൗവർണിക അവതരിപ്പിച്ച മണികർണിക മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നാടകത്തിന് 50,000 രൂപ പുരസ്കാരമായി ലഭിക്കും. ചൈനയുടെ ചാങ്യി 6 പേടകം
ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ചൈനയുടെ ചാങ്യി 6 പേടകം ചന്ദ്രന്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തു. ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തുന്ന ആദ്യ രാജ്യമാകും ചൈന. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമായ അഗ്നിബാൺ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പരീക്ഷണ വിക്ഷേപണം നടത്തി. ഈ വർഷത്തെ പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. ഈ വർഷത്തെ പി. കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണന്. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചു. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന്. ഇഗ സ്വിയാടെക്കിന് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം. ഇഗ സ്വിയാടെക്കിന് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിൽ യുഎസിന്റെ കൊക്കോ ഗാഫ് കാത്രീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസിൽ യുഎസിന്റെ കൊക്കോ ഗാഫ് കാത്രീന സിനിയാക്കോവ സഖ്യത്തിന് കിരീടം. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത്. മെക്സിക്കോയിലാണ് പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത്. വിഖ്യാത സരോദ് വാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി. അരവിന്ദന്റെ കാഞ്ചനസീത, ഒരിടത്ത്, പോക്കുവെയിൽ, എംടിയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പാശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥാണ്. വിഖ്യാത സരോദ് വാദകൻ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് വിടവാങ്ങി. ജി. അരവിന്ദന്റെ കാഞ്ചനസീത, ഒരിടത്ത്, പോക്കുവെയിൽ, എംടിയുടെ കടവ് തുടങ്ങിയ ലോകശ്രദ്ധ നേടിയ മലയാള ചിത്രങ്ങൾക്ക് പാശ്ചാത്തല സംഗീതം ഒരുക്കിയത് പണ്ഡിറ്റ് താരാനാഥാണ്. രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞൻ അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. രാജ്യത്തെ വന്യജീവി സംരക്ഷണ രംഗത്ത് അമൂല്യ സംഭാവന നൽകിയ പ്രമുഖ വന്യജീവി ശാസ്ത്രജ്ഞൻ അസീർ ജവഹർ തോമസ് ജോൺ സിംഗ് അന്തരിച്ചു. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയും പത്നിയും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ രാമോജി റാവു അന്തരിച്ചു. രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനായ രാമോജി റാവു അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. ഇതോടെ 2024 ജൂൺ മാസത്തിലെ PSC ബുള്ളറ്റിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.